മഞ്ഞുരുകും കാലത്തിലെ ജാനിക്കുട്ടിയായി മലയാളികളുടെയും പ്രേക്ഷകരുടെയും സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും തരംഗമായിരുന്ന നടി മോനിഷ കുറച്ച് ദിവസമായി തന്നെ തൻ്റെ പഴയ വിവാഹബന്ധത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയ വീഡിയോ വൈറലായിരുന്നു. മലയാളത്തിൽ മഞ്ഞുരുകും കാലത്തിൽ അഭിനയിച്ച ജാലിക്കുട്ടിയാണെങ്കിലും തമിഴിൽ ഒട്ടനവധി സീരിയലുകളിലൂടെ മലയാളികൾക്ക് സുപരിചിതയാണ് നടി മോനിഷ. ഏറെ നാളുകൾക്ക് മുമ്പായിരുന്നു മോനിഷയുടെ വിവാഹബന്ധം വേർപെടുത്തിയ വാർത്ത പുറത്തു വന്നത്. എന്നാൽ അന്നൊന്നും തുറന്നു പറയാത്ത കാര്യം ഇപ്പോഴാണ് മോനിഷ എല്ലാവരോടും തുറന്നു പറയുന്നത്. മിടുക്കിയായ പെൺകുട്ടികൾക്കൊക്കെ തന്നെയും ഇത്തരത്തിൽ അനുഭവിക്കേണ്ടി വരുന്നത് സാധാരണയായി ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ എനിക്കത് അനുഭവിക്കേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. വേണ്ട എങ്കിൽ വേഗം വിട്ടിട്ട് വരാമല്ലോ എന്നെല്ലാവരും ചിന്തിക്കും. അങ്ങനെ എല്ലാവരും പറയും. പക്ഷേ അതൊന്നുമല്ല കാര്യം എന്നതാണ് അതിൻ്റെ സത്യാവസ്ഥ. നമുക്ക് അത് പെട്ടെന്നൊന്നും ഇട്ടിട്ട് വരാനോ അല്ലെങ്കിൽ കളഞ്ഞിട്ട് പോരാനോ സാധിക്കില്ല. അതൊരു സത്യാവസ്ഥയാണ്. അതാർക്കും അധികം മനസ്സിലാകണമെന്നില്ല. പ്രേക്ഷകരും അത് സമ്മതിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഓരോ തവണയും പ്രേക്ഷകർ വളരെ കൃത്യമായി തന്നെയാണ് അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പറയുന്നത് പോലെ ആരാധകരെല്ലാവരും ഇത്തരം വാർത്തകളോട് നന്നായി തന്നെയാണ് പ്രതികരിക്കുന്നത്. പ്രേക്ഷകർക്ക് അത് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. ഓരോ തവണയും പ്രേക്ഷകർ സോഷ്യൽ മീഡിയ പോസ്റ്റുകളോടൊപ്പം തന്നെയാണ് ഇത് ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. ഇപ്പോഴിതാ മോനിഷയ്ക്ക് അനുഭവിക്കേണ്ടി വന്നത് മറ്റൊരു പെൺകുട്ടിക്കും അനുഭവിക്കേണ്ടി വരരുതേ എന്നാണ് പറയുന്നത്. കരഞ്ഞു തളർന്ന ദിവസങ്ങളായിരുന്നു എനിക്കത്. ഒരുപാട് ഞാൻ സഹിച്ചു. ഇന്ന് മാറും നാളെ മാറും എന്ന് കരുതി. എല്ലാവരും അങ്ങനെ ക്ഷമിക്കാനാണല്ലോ നമ്മളോട് പൊതുവെ പറയാറുള്ളത്. അങ്ങനെ തന്നെയാണ് ഞാൻ ക്ഷമിച്ചിരുന്നതും. പക്ഷെ പിന്നീട് ഒന്നും എൻ്റെ കയ്യിൽ നിന്നില്ല. ഒന്നും ഞാൻ പറയുന്നത് പോലെയോ ഒക്കെ തന്നെയും നിന്നില്ല. അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായി മാറിയത്. പ്രേക്ഷകരെല്ലാവരും ഇത്തരത്തിൽ വാക്കുകൾ കൊണ്ട് കേൾക്കുകയും ചെയ്യുന്നുണ്ട്. മോനിഷയെ പോലെ ഇത്രയും പഠിത്തമുള്ള മിടുക്കിയായിട്ടുള്ളൊരു പെൺകുട്ടിക്ക് ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളൊന്നും സുരക്ഷിതരല്ല എന്നേ നമുക്ക് പറയാൻ സാധിക്കും. മോനിഷയ്ക്ക് ഇത്തരത്തിൽ സംഭവിച്ചതിന് ഞങ്ങൾക്ക് എല്ലാവർക്കും സങ്കടമുണ്ട്. എന്നാൽ മിടുക്കികളായ പെൺകുട്ടികൾക്കൊന്നും ഇത് സംഭവിക്കില്ല എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ് എന്നാണ് പലരും ചോദിക്കുന്നത്. ഓരോ തവണയും പ്രേക്ഷകർ ഇത്തരത്തിൽ വാക്കുകൾ കൊണ്ട് എഴുതി ചേർക്കുകയാണ് എന്നുകൂടി കൂട്ടിച്ചേർക്കാം. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയും സംസാരിക്കുന്നുണ്ട്. പ്രേക്ഷകർ അത് വളരെ കൃത്യമായി തന്നെ അറിയുന്നത് കൊണ്ടാണ് ഇപ്പോൾ മോനിഷയോട് ചോദിക്കുന്നത്. മോനിഷ വിഷമിക്കണ്ട, മോനിഷയുടെ പ്രശ്നങ്ങളെല്ലാം ഇപ്പോൾ മാറിയല്ലോ. 8 വർഷത്തെ പോരാട്ടത്തിന് ശേഷമാണ് ഡിവോഴ്സ് നേടിയത്. 100 പവൻ സ്വർണം തിരികെ തരണമെന്നുള്ള ആവശ്യം പറഞ്ഞപ്പോൾ അവർക്ക് പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത്. അവർക്ക് അങ്ങനെ പറയാൻ എന്തവകാശമാണ് ഉള്ളത്? അങ്ങനെ പറയാൻ ഒരിക്കലും ആർക്കും ഒരു അവകാശവുമില്ല. എൻ്റെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് കൊടുത്ത സ്വർണമാണ്. അങ്ങനെ പറയുമ്പോൾ അവരതിൽ കൃത്യമുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം. ഇതാണ് മോനിഷയുടെ ആവശ്യം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.